ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനയുടെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ചന്ദ്രയോടായിട്ട് രവി പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഇനിയും ശ്രുതിയെ ഇനി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം മാറ്റിയില്ല എന്നാണെങ്കിൽ ശ്രുതി സ്വന്തം നാട്ടിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നില്ല. ആ ഒരു കാര്യം രേവതി സച്ചിയോട് പറയുന്ന സമയത്ത് അപ്പോൾ ഇന്നത്തോടു കൂടി തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതി വരുന്ന അതേ സമയം തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, എടാ ശ്രുതി എവിടെയെന്ന് ചോദിക്കുന്ന നേരത്ത് എനിക്കറിയില്ലല്ലോ അമ്മ എന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ശ്രുതിനെ ഇതുവരെ വിളിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ എത്ര ഭാഗ്യവതിയാണ്, നിനക്ക് കിട്ടിയ ഭർത്താവ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുകയോ ഒന്നും ചെയ്യുകയില്ല, എന്നെ ആരും ഭരിക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ശ്രുതിക്കും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ചന്ദ്ര ശ്രുതിയോടായിട്ട് പറയുന്നത്, നീ എത്രയും വേഗം അവളെ ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറയുന്ന സമയത്ത് ശ്രുതി ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ മനഃപൂർവ്വം തന്നെ ശ്രുതിയോടുള്ള ദേഷ്യം കാരണം ഫോൺ എടുക്കുകയും ചെയ്യുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്രയോടായിട്ട് ശ്രുതി പറയുകയാണ്, അമ്മ അവൾ ഫോൺ എടുക്കുന്നില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് രേവതി കേട്ടിട്ടില്ലേ, സാധാരണ നമ്മൾ പെണ്ണുങ്ങൾ വഴക്കിട്ട് പോയി കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ വീട്ടിലേക്കല്ലേ പോവുക, ഇതിപ്പം മിക്കവാറും അവൾ മലേഷ്യയിലേക്കായിരിക്കും പോയിരിക്കുന്നതെന്നൊക്കെ സച്ചി രേവതിയോട് പറയുന്ന സമയത്ത് ശ്രുതിയും അതുപോലെ ചന്ദ്രയും ഒന്നും ഞെട്ടുന്നുണ്ട്. എന്നാൽ രേവതി പറയുകയാണ്, അങ്ങനെ വരാൻ സാധ്യത കുറവാണ് സച്ചിയുടെ, സാധാരണ പെൺകുട്ടികൾ വഴക്കിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്, അതല്ല എന്നാണെങ്കിൽ കൂട്ടുകാരികളുടെ അടുത്തേക്ക് പോവുകയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, നീ ഞാൻ മീരയെ ഒന്ന് വിളിക്കാൻ പറയുകയും ശ്രുതി മീരയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയം തന്നെ മീരയുടെ ഫോണിലേക്ക് കോൾ വരുമ്പോൾ മീര ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രുതി വേണ്ട എന്ന് പറഞ്ഞ് തടയുകയാണ്. മീരയും ഫോൺ എടുക്കാതെ വരുമ്പോൾ ശ്രുതി ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട്, അമ്മ മീരയും ഫോൺ എടുക്കുന്നില്ല, ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മീരയുടെ ഫോണിലേക്ക് ഒന്നുകൂടെ വിളിക്കുന്ന സമയത്ത് എടി ശ്രുതി ഇനി ഈ ഒരു ഫോൺ എടുത്തില്ല എന്നാണെങ്കിൽ അവർക്ക് സംശയം തോന്നും, ഞാനൊന്ന് എടുത്ത് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മീര കോൾ എടുക്കുമ്പോൾ തന്നെ പറയുന്നത് ശ്രുതി ഇവിടെ ഇല്ല എന്നാണ് കേട്ടോ. ശ്രുതി ആണെങ്കിൽ അവിടെ ശ്രുതി ഉണ്ടോ എന്ന് ചോദിച്ചില്ലല്ലോ എന്നും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മീരയുടെ മറുപടി കേട്ടുകൊണ്ട് ശ്രുതി ആണെങ്കിൽ പൊട്ടത്തരം കാണിച്ചു എന്ന രീതിക്ക് തന്നെ ഒരു ആക്ഷനും കാണിക്കുന്നുണ്ട് കേട്ടോ. മീര പെട്ടെന്ന് പറയുകയാണ്, അങ്ങനെയല്ല ശ്രുതി ഞാൻ ഉദ്ദേശിച്ചത്, ശ്രുതി സാധാരണ എന്നെ വിളിക്കാറ് ശ്രുതിനെ അന്വേഷിച്ചല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേഗം പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇനി എങ്ങാനും അവളവിടെ വരികയാണ്, എത്രയും വേഗം ഇവിടെ വീട്ടിൽ വരാൻ പറയണം, അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞിട്ടാണ് ശ്രുതി ഇപ്പോൾ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അമ്മ പറഞ്ഞിട്ടാണ് അവളോട് എത്രയും വേഗം ഇവിടെ വരാൻ പറഞ്ഞു എന്ന്, അവളവിടെ വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കോള് കട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതി കോള് കട്ട് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ താൻ അങ്ങോട്ട് പോവുകയില്ല എന്നുള്ള വാശിയോടുകൂടി ശ്രുതി ഇരിക്കുന്ന സമയത്ത് ഇനിയും പോയില്ല എന്നാണെങ്കിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയുള്ളൂ. ശ്രുതി ഇപ്പം കണ്ടില്ലേ, അമ്മയുടെ വാക്ക് കേട്ടാണ് ശ്രുതി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നിൻ്റെ എല്ലാ സത്യാവസ്ഥകളും അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ഉപേക്ഷിക്കുക തന്നെ ചെയ്യും, നീ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ വേഗം വീട്ടിലേക്ക് ചെല്ലാൻ നോക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും മീര പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ശ്രുതിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയെങ്കിലും തൻ്റെ പരിധിയിൽ ശ്രുതിയെ കൊണ്ടുവരുമെന്നുള്ളൊരു ഉറച്ചൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ശ്രുതി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം തന്നെ രവി ആണെങ്കിലും ഇത്രയും നേരമായിട്ട് ശ്രുതിയെ വരാത്തത് കൊണ്ട് തന്നെ എവിടെ പോയതാണെന്നൊക്കെ തിരക്കുന്നുണ്ട്. അറിയില്ല എന്ന് ശ്രുതി മറുപടി പറയുന്ന സമയത്ത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ഗമ്യമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും ചന്ദ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് അവിടെ ഇവരെ കൂടാതെ ശ്രുതിയും വർഷയും ശ്രീകാന്ത് സച്ചി രേവതിയൊക്കെ ഉണ്ടാവട്ടെ. ഇവരുടെ സംസാരം എന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ആ ഒരു സമയത്താണ് ശ്രുതി അങ്ങോട്ട് ഒട്ടയിൽ വന്നിറങ്ങുന്നത്. ശ്രുതിയെ കാണുമ്പോൾ തന്നെ രവി പറയുന്നത്, ഇനി ഇതുപോലെ തെറ്റുകൾ ആവർത്തിക്കരുത്, നിങ്ങൾ ചെയ്ത തെറ്റ് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ്, നിങ്ങൾക്ക് ആ പൈസ കിട്ടിയ സമയത്ത് എന്നോട് പറയാൻ വേണ്ടി നിങ്ങൾ ചന്ദ്രയോടെങ്കിലും പറയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി ഇവരോട് പറയുന്ന സമയത്ത് ശ്രുതി വേഗം നിന്ന് ചന്ദ്രയുടെ കാലിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ആൻറ്റി എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയും വന്നിട്ട് പറയുന്നത്, അമ്മ എന്നോട് ക്ഷമിക്കണം, അമ്മയോട് ഞാൻ സത്യങ്ങൾ മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് കാലിൽ പിടിച്ച് ക്ഷമ ചോദിക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ഇരുവരെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ആ തൽക്കാലത്തേക്ക് ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഇരുവരോട് റൂമിലേക്ക് കയറി പോകാൻ പറയുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞെന്ന് വിചാരിച്ചാണ് എല്ലാവരും പോകുന്നത്. പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല, ഇനിയും ചില കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പ് ഉണ്ടാക്കാനുണ്ട് നാട്ടാമ്മയെന്ന് സച്ചി പറയുന്ന സമയത്ത്, നാട്ടാമ്മയോ അതെന്താമ്മയാണെന്ന് പക്ഷ ചോദിക്കുമ്പോഴത്തേക്കും ആണുങ്ങളാണ് തീർപ്പ് കൽപ്പിക്കുന്നതെങ്കിൽ നാട്ടുപ്രമാണിയെന്നും അതിന് പകരമായിട്ട് പെണ്ണുങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതിനാണ് നാട്ടാമ്മ എന്ന് പറഞ്ഞ ശ്രീകാന്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലേ ഇവിടെ തീർപ്പ് കൽപ്പിക്കേണ്ടത് ആൻറ്റി ആയതുകൊണ്ട് തന്നെ ആൻറ്റിയാണല്ലേ നാട്ടാമ്മ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ശ്രീകാന്ത് മറുപടിയും പറയാം കേട്ടോ. അപ്പോൾ സച്ചിയുടെ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ഇനി എന്ത് പ്രശ്നം പരിഹരിക്കാനാണ്, ഇനി ഒരു പ്രശ്നവും പരിഹരിക്കാനല്ല, പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു കഴിഞ്ഞ് വാ ശ്രുതി നമുക്ക് റൂമിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും കൂട്ടി റൂമിലേക്ക് പോകാതെ നിൽക്കുന്ന സമയത്ത് ആര് പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിച്ച് നിൽക്കവിടെ,
നിൻ്റെ ഭാര്യ പറഞ്ഞത് അവളുടെ അച്ഛൻ കൊണ്ടുതന്ന പണം കൊണ്ടാണ് ഈ ഒരു ഷോറൂം തുടങ്ങിയതല്ല. പക്ഷേ ഷോറൂം തുടങ്ങിയത് എൻ്റെ അച്ഛൻ്റെ പെൻഷൻ തുക കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നീ പറഞ്ഞു വന്ന എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് ആ ഷോറൂമിൻ്റെ ഒരു ഷെയർ വേണമെന്നായിരിക്കില്ല പറഞ്ഞു വരുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞതിൽ പകുതി കാര്യമുണ്ട്, പക്ഷേ പകുതി ശരിയല്ല എന്ന് സച്ചി പറയണം. അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട്, ഈ ഒരു ഷെയറൊന്നും എനിക്ക് വേണ്ട. ഈ ഷോറൂം തുടങ്ങുന്നതിന് വേണ്ടി അവിടെ മുടക്കിയിരിക്കുന്ന തുക മുഴുവൻ എൻ്റെ അച്ഛൻ്റെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷോറൂമിൻ്റെ ഓണർ ഇനി മുതൽ അച്ഛനായിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്കും ചന്ദ്രയ്ക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. എന്നാൽ രേവതി സച്ചിയെ ശ്രീകാന്തും എല്ലാം തന്നെ സച്ചിയുടെ തീരുമാനത്തെ കൈയടിച്ചതിനെ പ്രോത്സാഹിപ്പിക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ രവി പറയുകയാണ്, അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ചെയ്യുമൊന്നും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ട് വേണ്ട, അതേ അമ്മ വരെ മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ല. അപ്പോൾ അമ്മയ്ക്കും പകുതി സമ്മതമാണ്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വോട്ട് എനിക്കായതുകൊണ്ട് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി മുതൽ ശ്രുതി ആ വീട്ടിൽ ആ ഒരു ഷോറൂമിലെ ജോലിക്കാരൻ മാത്രമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി ആകെ ഇല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും തിരിച്ചൊന്നും പ്രതികരിക്കാനാവാത്തത് കൊണ്ട് തന്നെ ചന്ദ്ര പോവുകയാണ്. ചന്ദ്ര പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ വളരെ സങ്കടത്തോടു കൂടി തന്നെ ശ്രുതിയും പോകുന്നുണ്ട്. ഇവർ പോയതിന് തൊട്ട് പിന്നാലെ തന്നെ രവി ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ വേണോടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛനൊന്നും മിണ്ടാതിരിക്കുക, ഇനി മുതൽ ഷോറൂമിൻ്റെ ഓണർ അച്ഛനാണ്, എത്രയും വേഗം എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കണമെന്ന് പറയുമ്പോഴത്തേക്കും രവിയും ഒന്നും മിണ്ടാതെ തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. വേഗം തന്നെ രേവതി പറയുന്നത്, സച്ചിയുടെ സൂപ്പറാണ്, കൃത്യമായി തന്നെ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്, കൈ കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ നല്ലൊരു തീരുമാനമായിരുന്നു എന്ന രീതിക്ക് തന്നെ രേവതി സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.